താങ്കളുടെ രണ്ട് സഹോദരന്മാരും ശിവഭക്തി ഉപേക്ഷിച്ച് ജീവിതത്തിന്റെ ശരിയായ സുഖം ആസ്വദിക്കാനായി സുരയിലും സുന്ദരിമാരിലും ലീനരായിരിക്കുന്നത്. ഹേ സുരസുന്ദരി 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 ഹേ. ഇതും കാണണം. അവർ കുബുദ്ധി ത്യജിച്ച് സുബുദ്ധി എങ്ങനെ സ്വന്തമാക്കിയിരിക്കുന്നുവെന്ന്. രണ്ടുപേരും എത്ര സന്തുഷ്ടരെന്നു. രണ്ടുപേരുടെയും ആഗ്രഹം അവരുടെ സഹോദരൻ വിദ്യുന്മാലിയും അവരെ പോലെ സുഖിക്കണമെന്നാണ്. താങ്കളും ഒരു വിദ്യുന്മാലി, സ്വയം സന്തോഷിക്കാനുള്ള മാർഗം സ്വീകരിക്കൂ. വരൂ. ജയ് സുരസുന്ദരി 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 ഓ. ജയ് സുരസുന്ദരി 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 ഓ. കമലാക്ഷ, എന്ത് സുഖമാണ് സുരയിലും സുന്ദരിയിലും. അതെ, നാം വെറുതെ ശിവഭക്തിയിൽ സമയം വ്യർത്ഥമാക്കിയിരുന്നു. ജയ് സുരസുന്ദരി 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 ഹോ. 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 ജയ് സുരസുന്ദരി സുരസുന്ദരി ഹോ. വിദ്യുന്മാലി, നീയും വായോ. നീയും കണ്ടല്ലോ ചാർവാകനെ. ആ മഹാപുരുഷനാണ്, മഹാപുരുഷൻ. നമ്മെ നരകത്തിൽ നിന്നും സ്വർഗത്തിലേക്ക് എത്തിച്ചു. ഇതിലും വലിയൊരു സ്വർഗമുണ്ട്. അതിനെ നിങ്ങൾ മൂന്ന് പേരും ഒത്തുചേർന്ന് ആക്രമിക്കണം. ആക്രമണം നടത്തും, തീർച്ചയായും നടത്തും. നീ ആദ്യം സുരാപാനം ചെയ്യൂ. ഇരിക്കും വിദ്യുന്മാലി, ഇരിക്കേ. സുരപാനം ചെയ്യൂ. ജയ് സുരസുന്ദരി 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 ഹോ. നീയും പാനം ചെയ്യൂ സുഹൃത്തെ. നീ എന്തിനാണ് ലജ്ജിക്കുന്നത്? ലജ്ജാശീലനാണ്, അതിനാൽ ലജ്ജ തോന്നുന്നു. എനിക്കിതൊന്നും വേണ്ട. അപ്പോൾ പിന്നെ നിനക്ക് എന്താണ് ആവശ്യം സുഹൃത്തെ? എനിക്ക് താങ്കൾ സ്വർഗസിംഹാസനത്തിൽ വിരാജിക്കുന്നത് കാണണം. ഞാൻ താരകാസുരന്റെ പുത്രൻ താരകാക്ഷൻ. എന്റെ സഹോദരന്മാർ കമലാക്ഷനും പിന്നെ വിദ്വന്മാലിയും ഒത്തുചേർന്ന് സ്വർഗലോകത്തെ ആക്രമിക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നു. ഞങ്ങൾ തീരുമാനം നടപ്പിൽ വരുത്തും. ഞങ്ങൾ ഇതാ ഒരുക്കങ്ങൾ ആരംഭിക്കുകയായി. അവസരങ്ങൾ ലഭിക്കുന്നതും ആക്രമണം നടത്തും. ജയ് സുരസുന്ദരി 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 ഹോ. ജയ് സുരസുന്ദരി 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 ഹോ. ജയ് സുരസുന്ദരി സുരസുന്ദരി ഹോ. ഇതുവരെ ഒരു വിവരവും ലഭിച്ചില്ലല്ലോ സ്വാമി. നമ്മുടെ ആശങ്ക വർദ്ധിച്ചുകൊണ്ടുവരുന്നു. ആശങ്ക കൊണ്ട് നാം എന്ത് ചെയ്യുവാനാണ് ദേവി? പക്ഷെ ദേവരാജ, ശ്രീഹരി വിഷ്ണു താരകപുത്രന്മാരെ ധർമ്മഭർഷരാക്കാനായി ഏതു ദൂതനെ ചാർവാകനെ അയച്ചിരുന്നോ അയാളുടെ വിവരം ഇതുവരെയും ലഭിച്ചില്ലല്ലോ. ഒരുപക്ഷെ ചാർവാകൻ അസുരന്മാരുടെ മായാജാലത്തിൽ കുടുങ്ങിയിരിക്കും. ഇത്തരം അശുഭ ചിന്തകളെ എന്തിനു വലിച്ചിഴയ്ക്കുന്നു അഗ്നിദേവ? ആശങ്കയും അനിശ്ചിത പരിസ്ഥിതിയും ഇത്തരം അശുഭ ചിന്തകൾ ഉണർത്തുന്നു ദേവരാജ. ശരിയാണത് വരുണദേവ. അനിശ്ചിതത്വമാണ് ഇന്ന് പരമസത്യം. സ്വാമി, അഗ്നിദേവന്റെ ആശങ്ക തികച്ചും നിരാധാരമല്ല. താരകപുത്രന്മാർ ധൂർത്തരാണ്. അവർക്ക് ബ്രഹ്മദത്തന്റെ വാസ്തവസ്ഥിതി മനസ്സിലായിരിക്കും. അങ്ങനെയാണെങ്കിൽ അയാളെ ജീവനോടെ വിടുമോ? ദേവി സച്ചി, താങ്കളും നമ്മുടെ വ്യഥ കുറയ്ക്കുന്നതിന് പകരം അതിനെ വർദ്ധിപ്പിക്കുകയാണോ? എന്തിനങ്ങനെ ചിന്തിക്കുന്നു സ്വാമി? ഏത് സത്യം സംഭവ്യമാകുന്നോ അതിനോട് വിമുഖത കാണിക്കാനാകുമോ? എപ്പോൾ ചാർവാകൻ തന്റെ ലക്ഷ്യം സഫലമായി ശുഭസന്ദേശം നൽകുന്നുവോ അതുവരെ മനസ്സിൽ ആശങ്കകൾ ജനിച്ചുകൊണ്ടേയിരിക്കും. നാരായണ 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 ശ്രീമൻ നാരായണ നാരായണ നാരായണ. പ്രണാമം ദേവർഷി. വന്നാലും ദേവഷേ, താങ്കൾ പ്രത്യക്ഷനാകുമ്പോൾ ഞങ്ങൾക്ക് തോന്നുന്നു നിരാശയുടെ കാർമേഘങ്ങളും ഇരുട്ടും നീങ്ങിക്കഴിഞ്ഞു എന്ന്.
സൂര്യന്റെ പ്രകാശം പരന്നു എന്ന്. സജിദേവി, അവിടുന്ന് കാവ്യഭാഷയിൽ സംസാരിക്കുന്നു. അതിനാൽ താങ്കളും മധുരവാണിയിലൂടെ ശുഭവാർത്ത ഞങ്ങളെ അറിയിക്കണം. പറയൂ ദേവർഷി, എന്താണ് വർത്തമാനം? ദേവരാജ, വാർത്തകൾ അങ്ങയുടെ പക്ഷത്തിലാണ്. ദേവരാജ, ചാർവാകന്റെ ദൗത്യം വിജയിച്ചിരിക്കുന്നു. താരകപുത്രന്മാർ ശിവാരാധന ഉപേക്ഷിച്ച് സുരയിലും സുന്ദരിയിലും ലീനരായിരിക്കുന്നു. അതി ഉത്തമം, അതി ഉത്തമം ദേവർഷേ, അതി ഉത്തമം. നിസ്സന്ദേഹം സന്തോഷിക്കണം. പക്ഷേ ദേവരാജ, ബുദ്ധിമാന്മാർ പറയുന്നു പ്രസന്നതയുടെ അവസരത്തിൽ നാം കൂടുതൽ ശ്രദ്ധാലുക്കളായി തീരേണ്ടതുണ്ട് എന്ന്. അതുപോലെ തന്നെ ദേവരാജ, ഏതു പ്രകാരം പ്രസന്നതയിൽ ധനത്തിന്റെ ചുമടും പേറി ധനികന്മാർ നിർജ്ജനവനത്തിലൂടെ സൂക്ഷ്മതയോടെ പോകുന്നുവോ, അതായത് ദേവരാജ, 3 താരകപുത്രന്മാരും ശിവാരാധന ത്യജിച്ച് താമസവൃത്തികളിൽ മുഴുകി സ്വർഗത്തെ ആക്രമിക്കാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നാരായണ 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 നാരായണ. ഭഗവാൻ ശ്രീഹരി വിഷ്ണു രക്ഷനായുള്ളപ്പോൾ ചിന്തിക്കാൻ എന്തുണ്ട് ദേവരാജ? ഭഗവാൻ ശ്രീഹരി വിഷ്ണുവിൽ വിശ്വാസമർപ്പിച്ചാൽ എല്ലാം മംഗളമാകും. മംഗളം. ഈ താരകപുത്രന്മാരുടെ ഉദ്ദേശ്യം ഒരിക്കലും സഫലമാകില്ല. പക്ഷേ ദേവർഷി, ബ്രഹ്മദേവൻ താരകപുത്രന്മാരുടെ വധം ഭഗവാൻ ശിവന്റെ കൈകളാൽ ആകുമെന്ന് വരം നൽകിയിരുന്നു. അപ്പോൾ ആ സ്ഥിതിക്ക് ഭഗവാൻ ശ്രീഹരി വിഷ്ണു നമ്മെ എങ്ങനെ സഹായിക്കാനാണ്? നാരായണ നാരായണ. ദേവരാജ, അങ്ങയുടെ ഈ എങ്ങനെ, എന്തിന് ഇവ അങ്ങയുടെ ബുദ്ധിയിൽ പ്രശ്നം രചിക്കുന്നു. താങ്കൾക്ക് ഇത്രയും അറിവില്ലേ? ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരൻ ഇവരുടെ സമ്മിളിത ഇച്ഛാശക്തിയാലാണ് പ്രപഞ്ചത്തിൽ സർവവും നടക്കുന്നത്. താങ്കൾക്ക് ഈ രഹസ്യം അറിയില്ലെന്നുണ്ടോ? ഈ 3 പേരുടെയും ഇച്ഛ വിഭിന്ന മാർഗങ്ങളിലൂടെ വന്ന് ഒരു ബിന്ദുവിൽ കേന്ദ്രീകരിക്കുന്നു. ദേവരാജ, താങ്കൾക്ക് ഇത്രയും സരളവും സ്പഷ്ടവുമായ സത്യം അറിയില്ലെങ്കിൽ ഞാൻ ഇനി അധികം പറയുന്നതും ചെയ്യുന്നതും വ്യർത്ഥമായി പോകും. ക്ഷമിക്കണം ദേവർഷി, ക്ഷമിക്കണം. ദേവരാജന്റെ ഉദ്ദേശം താങ്കളെ വെറുപ്പിക്കണമെന്നതല്ല. ഭാവി ചിന്തയും ആകാംക്ഷയും കാരണം മനഃശാന്തിക്ക് വേണ്ടി ചോദിച്ചു പോയതാണ്. അതെ ദേവർഷി, അങ്ങ് കോപിക്കരുത്. അങ്ങയെപ്പോലുള്ള മാർഗദർശിയും ശുഭകാംക്ഷിയും കോപിച്ചാൽ ഞങ്ങളുടെ ഗതി എന്താകും? അത് ഓർക്കാൻ പോലും ഭയമാകുന്നു. അങ്ങ് ക്ഷമിക്കണം ദേവർഷി. നാരായണ നാരായണ. ദേവരാജ, താങ്കൾ സത്യം മനസ്സിലാക്കാൻ ഒന്ന് ശ്രമിച്ചു നോക്കണം. എന്നാൽ ഭാവി പരിപാടികൾക്ക് ഉചിതമായ തീരുമാനമെടുക്കാനാകും. താങ്കൾ വിചാരിക്കുന്നുണ്ടോ താരകപുത്രന്മാർ സ്വർഗത്തിലെ സമ്പത്തും ഐശ്വര്യവും കാരണമാണ് സ്വർഗത്തെ ആക്രമിക്കാൻ ഇച്ഛിക്കുന്നതെന്ന്? അല്ല, അങ്ങനെ ഒരിക്കലുമല്ല. കാരണം അവരുടെ വശം സ്വർണപുരവും രജതപുരവും ലോഹപുരവുമുണ്ട്. അവ സ്വർഗത്തെക്കാൾ സുന്ദരവും ഭവ്യവും മോഹിപ്പിക്കുന്നവയുമാണ്. പക്ഷെ ദേവർഷി, അവർ സ്വർഗത്തെ ആക്രമിക്കുവാൻ എന്തിനാഗ്രഹിക്കുന്നു? പിതാവ് താരകാസുരന്റെ വധത്തിന് പ്രതികാരം വീട്ടാൻ സ്വർഗത്തെ ആക്രമിക്കാൻ ഇച്ഛിക്കുന്നു. പക്ഷേ അതിൽ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. ദേവരാജ, താങ്കൾ ചിന്ത വെടിഞ്ഞ് ഭഗവാൻ പരമേശ്വരനെ ശരണം പ്രാപിക്കണം. അദ്ദേഹത്തോട് അപേക്ഷിക്കണം, ഹേ വിശ്വനാഥ, താരകപുത്രന്മാർ ധർമ്മഭ്രഷ്ടരായി കഴിഞ്ഞു. അവരെ അങ്ങ് കഴിയുന്നതും വേഗം സമാപ്തരാക്കണം. പക്ഷേ എന്ത് പക്ഷേ ദേവർഷി? ദേവരാജ, മനസ്സിൽ ഒരു ഇച്ഛ അവശേഷിക്കുന്നു. അതിനെ പൂർത്തിയാകുമെന്ന് തോന്നുന്നില്ല. എന്ത് ഇച്ഛ ദേവർഷി? താരകപുത്രന്മാർ സ്വർഗത്തെ ആക്രമിക്കുന്നതിന് മുൻപ് തന്നെ ഭഗവാൻ പരമേശ്വരൻ താരകപുത്രന്മാരെ അവരുടെ ത്രിപുരങ്ങൾ സഹിതം സമാപ്തരാക്കിയേക്കും. സ്വർണപുരവും രജതപുരവും ലോഹപുരവും ദർശിക്കാനുള്ള ഇച്ഛ മനസ്സിൽ അവശേഷിക്കും. ഇത്രയ്ക്ക് അത്ഭുതങ്ങളാണോ ആ 3 പുരങ്ങളും? അതെ സജിദേവി, ഞാൻ കേട്ടത് ദൈത്യശില്പി മയാസുരൻ തന്റെ അത്ഭുത കലാവിരുതാൽ ആ അലൗകിക പുരങ്ങളെ സൃഷ്ടിച്ചെന്നാണ്. ഞാനൊരു ഉദ്ദേശ്യവുമായാണ് ഇവിടെ വന്നത്. ദേവരാജൻ ഇന്ദ്രൻ കൂടി ഒരുക്കമാണെങ്കിൽ നമുക്ക് 2 പേർക്കും അവിടെ പോയി ദൈത്യശില്പി മയാസുരനോട് ആ അദ്വിതീയ ശില്പത്തെ ദർശിക്കാൻ അനുവാദം വാങ്ങണമെന്ന്. അസുരന്മാരുടെ പാളയത്തിൽ, അതായത് ശത്രുവിന്റെ പാളയത്തിൽ പോകാൻ ഇച്ഛിക്കുന്നു ദേവർഷി? പരിണാമം ആലോചിച്ചോ അങ്ങ്?
നാരദൻ പരിണാമം ആലോചിച്ച് ഒരു കാര്യം ചെയ്യൂ ദേവി സജി. അങ്ങക്ക് എന്റെ ബുദ്ധിയിൽ വിശ്വാസമില്ലേ? നാരായണ നാരായണ, എവിടെ എന്റെ ബുദ്ധി സംശയിക്കപ്പെടുന്നുവോ അവിടേക്ക് ഞാൻ എന്തിനാണ് വൃഥാ വരുന്നത്? ഭാവിയിൽ ഒരിക്കലും വരുന്നേയില്ല. നിൽക്കണം ദേവർഷി. ചെറിയ കാര്യങ്ങൾക്കായി ഇങ്ങനെ കോപിച്ചാൽ ഭാവി കാര്യങ്ങൾ എങ്ങനെ പൂർത്തിയാക്കും? ദേവി സജി, നാം അവിടെ പോയി ദൈത്യശില്പി മയാസുരനോട് പൂർണ്ണ അനുവാദം വാങ്ങിയ ശേഷം മാത്രമേ ആ പുരങ്ങളിൽ പ്രവേശിക്കൂ, അല്ലാതെ ഇല്ല. ഹാ സ്വാമി, ശത്രുക്കളുടെ സമീപം പോകുമ്പോൾ സുരക്ഷാ സംവിധാനങ്ങൾ അത്യാവശ്യമാണ്. എന്റെ അഭിപ്രായം അഗ്നിദേവൻ, വരുണദേവൻ, മേഘദേവൻ ഇവർക്കൊപ്പം തന്നെ ദേവഗണങ്ങളും താങ്കളെ അനുഗമിച്ചാൽ എനിക്ക് ആശ്വാസമായിരുന്നു. തീർച്ചയായും ഞങ്ങൾക്കും ത്രിപുരങ്ങളെ കാണാം. മയാസുരന്റെ അത്ഭുത സൃഷ്ടി എങ്ങനെയെന്ന് കാണാമല്ലോ. 1 2 ആയി, 2 5 ആയി. ശരി, നടക്കാം. മയാസുരന്റെ സമീപത്തേക്ക്. നാരായണ നാരായണ. Dum